ഹായ് ഗൈസ്, ഞാനും എൻ്റെ ചങ്ക് ഫ്രണ്ടായ മഞ്ചപ്പണ് ഇന്ന് പുൽക്കുന്ന അമ്പലത്തിലേക്ക് പോകുന്നത്. ഞങ്ങൾ രണ്ടാൾ പ്ലാനിട്ട് ഇന്ന് ലാസ്റ്റ് ഡേ അല്ല. അങ്ങനെ ഞാൻ മഞ്ചപ്പ ബൈക്കിൽ പുതിയ ബസ് സ്റ്റാൻഡ് പോകുമ്പോൾ നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ് നോക്കിയിട്ട് പോകുമ്പോൾ നമ്മളെ ഫ്ലൈ ഓവർ അണ്ടർ പാസിലാണ് നമ്മളെ ഇന്ത്യക്കറ് ചട്ടി വിട്ടു. ചെറിയ പൈസക്ക് ചട്ടിയില്ലെന്ന് പറഞ്ഞോണ്ടേ അതിലെ കയറാക്കാൻ പറ്റില്ല. നേരെ വിട്ടപാട് നമ്മളെ പുതിയൊരു ബിൽഡിംഗ് പറഞ്ഞില്ലേ, ഷോപ്പിക്ക് വെഡിങ്സിൻ്റെ വീഡിയോ എല്ലാം എടുത്തിട്ട് നേരെ പോകുമ്പോൾ ഇതിൽ ഷോർട്ട് കട്ട് ഉണ്ട് അമ്മയെ കോളനി. ഇതിൽ ഭയങ്കര പെട്ടെന്ന് എത്തുന്നില്ല പറഞ്ഞു പുൽക്കുന്നു. അങ്ങനെ ഞാൻ അതിൽ റോഡ് എത്ര പോരാ. അങ്ങനെ ഞാൻ മഞ്ചപ്പ ഉള്ളിലേക്ക് പോയപാട് ഓറഞ്ച് കൊടിയിലെ കാണുമ്പോൾ വിചാരിച്ചു ഞാൻ വണ്ടി എത്താനായി അമ്പലത്തിലേക്ക്. മനോജ് പാർക്കിങ് ഇന്ന് ആൾക്കാർ ഭയങ്കര റഷുള്ള പാർക്കിംഗ് ഒന്നുമില്ല. മനോജ് അങ്ങനെ പഠിക്കിട്ട് ഏതോ ഒരു സ്ഥലത്ത് പാർക്കാക്കി ഞാൻ മനോജ് ഇറങ്ങിയിട്ട് ഉള്ളിലേക്ക് പോകാൻ നോക്കും. ഞാൻ ഉള്ളിലേക്ക് എത്താമ്പോൾ മനോജ് പായുന്നുണ്ട്. എന്തിനു പായുന്നുണ്ട് എനിക്കറിയില്ല. ഞാൻ പോകുമ്പോൾ മനോജ് പാക്രാന്തൊട്ടി വായിക്കുന്നുണ്ട്, വായിച്ച് ചാവുന്നുണ്ടാവുന്നു. അങ്ങനെ നേരെ പോയത് ഹോളിലേക്ക് തന്നെ ഫുഡ് കഴിക്കുന്നത്. നേരെ ഹോളിലേക്ക് പോകുമ്പോൾ ആൾക്കാരെല്ലാം ഞങ്ങൾ എത്തുമ്പോൾ തന്നെ 12 മണി 1 മണിയായി. നമുക്ക് അതിനായിട്ട് മുമ്പേ ആൾ പത്തി കഴിക്കുക. അപ്പോൾ ഏകദേശം 12 മണിക്ക് തന്നെ ആൾക്കാർ വന്നിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. നേരെ ചോറിൻ്റെ അടുക്ക് എത്തുമ്പോൾ മനസ്സിന് സമാധാനം. ചോറെല്ലാം കിട്ടി. ചോറെല്ലാം ഉരുളക്കിഴങ്ങ്, പച്ചക്കറി, സാമ്പാർ എല്ലാം കുറേ ഉണ്ടായി. ഞാൻ കഴിയുമ്പോൾ കഴിച്ചിട്ട് ആക്രാന്തൊട്ടി കഴിച്ചിട്ട് വയറ്റിലേക്ക് കയറ്റിയിട്ട് പോയി. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു ഗ്ലാസ് മോറെല്ലാം കുടിച്ചിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ പിന്നെയും റഷ് ആൾക്കാരുണ്ട്. ഇന്ന് എന്താ ലാസ്റ്റ് ഡേ കൊണ്ടാന്ന് തോന്നുന്നു. ഉള്ളിലേക്ക് പ്രാർത്ഥിക്കാനല്ല ഉള്ളിൽ പോകുമ്പോൾ തെയ്യത്തിനോട് സ്വാമി ഭഗവാനെ കാത്തുകൊള്ളേന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയില്ല ഇത് ചെയ്ത്. ഞാൻ കുറക്കച്ച കുളിക്കച്ച മാത്രമേ ചെയ്യുക. ഞാൻ തുള്ളുവല്ലേ. അങ്ങനെ തെയ്യത്തിനെല്ലാം കണ്ട് പ്രാർത്ഥിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങും. പിന്നെ ആൾക്കാർ റഷ് കൂടുന്നുണ്ട്. എന്താ പറയുക, ഇന്ന് ലാസ്റ്റ് ഡേ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ്. നമുക്കത് സംഭവമല്ല. നമ്മളെ പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മളെ തീറ്റ പണ്ടാറ സായിന് കാണുമ്പോൾ സായി മുഖത്തെ കൈയെല്ലാം വെച്ച് പിന്നെ പുഷ്പൊക്കെ അങ്ങോട്ട് വാങ്ങുന്നുണ്ട്. പിന്നെ ക്യൂലാരായും ഉണ്ടാകുമ്പോൾ നോക്കി നമ്മളെ പണിക്കാരാരും ഉണ്ടാകും ആരും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ ക്യാമറ ഫ്രണ്ടിലേക്ക് ഒരു 3 മോഡലിങ് പോകുന്നുണ്ട്. ആരും നമുക്കറിയില്ല. അതെല്ലാം ഓറെല്ലാം കയറാക്കാൻ ടൈം ഒന്നുമില്ല. പിന്നെ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ പോലീസ് മാമന്മാർക്കെല്ലാം സെലൂട്ടെല്ലാം അടിച്ച് പണിക്കിലേട്ടെ. ഞാൻ പെട്ടെന്ന് ഇറങ്ങിയിട്ട് പോയി.